അപ്പം നമ്മളുടെ കഴിഞ്ഞ വീഡിയോസിൽ ഏതുവരെ പറഞ്ഞു നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയായിരുന്നു അല്ലേ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് കിട്ടി? നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി, അതിൻ്റെ VI ഗ്രാഫ് അല്ലേ? വോൾട്ടേജ് ടു കറണ്ട് ഗ്രാഫ് ഇങ്ങനെയാണോ കിട്ടിയത്? ആയിരുന്നോ? ആണ്. ആ വോൾട്ടേജ് ടു കറണ്ട് ഗ്രാഫിൽ ഫ്രീക്വൻസി കൂട്ടിയിട്ടും ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ടും രണ്ട് ഗ്രാഫ് നമ്മൾ വരച്ചു. അതായത് നമ്മൾ ഇതിൽ ഫ്രീക്വൻസിനെയാണ് കൂട്ടുന്നതെങ്കിൽ ഫ്രീക്വൻസിനെ കൂട്ടിയിട്ടുള്ള ഗ്രാഫ് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ 3 ഗ്രാഫ് ഇങ്ങനെയായിരുന്നു അല്ലേ? ഒന്നാമത്തെ ഗ്രാഫ് ഇങ്ങനെ, രണ്ടാമത്തെ ഗ്രാഫ് ഫ്രീക്വൻസി കൂട്ടിയപ്പോൾ ഇങ്ങനെ ഗ്രാഫ് കിട്ടി അല്ലേ? മൂന്നാമത്തെ ഗ്രാഫ് വേറൊരു ഫ്രീക്വൻസിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ആണോ? ആയിരുന്നോ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? അതിൽ നമ്മൾ മനസ്സിലാക്കി ഫ്രീക്വൻസി കൂട്ടുമ്പം ആര് കൂടുന്നുണ്ട്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട് അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ന്യൂ1 ഫ്രീക്വൻസിയിലുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഒന്നാണ്, ന്യൂ2 ഫ്രീക്വൻസിയിലുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേറെയാണ്, ന്യൂ3 ഫ്രീക്വൻസിയിൽ വേറൊരു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട് മനസ്സിലായി. അതിൽ നിന്ന് സാച്ചുറേഷൻ കറണ്ട് എന്താണെന്ന് മനസ്സിലായി. സാച്ചുറേഷൻ കറണ്ട് ഡിഫറെൻ്റ് ആണോ സെയിം ആണോ? സെയിം ആയിരുന്നു. ഇനി ഇതേമാതിരി തന്നെ ഇന്റൻസിറ്റി കൂട്ടിയിട്ടുള്ള ഗ്രാഫ് വരച്ചപ്പം നമുക്ക് എങ്ങനെ കിട്ടി? ഒരു I1 ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടിയെങ്കിൽ I2 ഇൻറ്റൻസിറ്റിയിൽ നമ്മളെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു, I3 ഇൻറ്റൻസിറ്റിയിൽ നമ്മളെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു അല്ലേ? ആയിരുന്നോ? I1 ഇൻറ്റൻസിറ്റിയിലും I2 ഇൻറ്റൻസിറ്റിയിലും I3 ഇൻറ്റൻസിറ്റിയിലും ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടിയത്. അതായത് ഇൻറ്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് ആര് മാറുന്നില്ല? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ല. പക്ഷെ സാച്ചുറേഷൻ കറണ്ട് ഓരോ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ടോ? കൂടുന്നില്ലേ? സാച്ചുറേഷൻ കറണ്ട് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് കൂടുന്നുണ്ട്. സാച്ചുറേഷൻ കറണ്ട് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ് കോൺസ്റ്റന്റ് ആണെന്ന് അല്ലേ? ആണോ? ഇവിടെ സാച്ചുറേഷൻ കറണ്ട് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ സാച്ചുറേഷൻ കറണ്ട് കൂടുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ് കൂടുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട് പറഞ്ഞാൽ കൂടുതൽ പൊട്ടൻഷ്യൽ എനർജി കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. കൈനറ്റിക് എനർജി കൂടുന്നുണ്ടെങ്കിൽ എന്ത് കൂടുന്നുണ്ട്? കൈനറ്റിക് എനർജി കൂടുന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ കൂടുന്നുണ്ട് അല്ലേ? ഇവിടെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ കൂടുന്നുണ്ട്, കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. ഇവിടെ എന്ത് ഇല്ല? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറുന്നില്ല, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണും മാറുന്നില്ല. ഇതൊക്കെ നമുക്ക് കിട്ടിയിരുന്നോ? പിന്നെ നമ്മൾ ആരെ ഗ്രാഫാണ് വരച്ചത്? പിന്നെ നമ്മൾ വരച്ചത് ഫ്രീക്വൻസിനെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെയും വെച്ച് വരയ്ക്കുന്ന ഗ്രാഫ് അല്ലേ? ആണോ? ഇവിടെ ഫ്രീക്വൻസിയും ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും വെച്ചൊരു ഗ്രാഫ് വരച്ചു. അപ്പം ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും വെച്ച് വരച്ച ഗ്രാഫ് എങ്ങനെ കിട്ടിയത്? നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലേ? ആണോ? അതല്ല നമ്മൾ അവസാനം പറഞ്ഞത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിന്റെ ഇവിടെയുള്ള പോയിന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പോയിന്റിലുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാ? ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റിലുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാ? നിങ്ങൾ പറയും. ഞാൻ ആ മാർക്ക് ചെയ്ത പോയിന്റിലുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? വാട്ട് ഇസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് മാർക്ക്ഡ് പോയിന്റ്? ഈ മാർക്ക് ചെയ്ത പോയിന്റിലുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വരുന്നത് ഇവിടെ അല്ലേ? ഈ മാർക്ക് ചെയ്ത പോയിന്റിലുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാ? 0 ആണ്. അപ്പൊ ഈ മാർക്ക് ചെയ്ത പോയിന്റിലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 എന്ന് പറഞ്ഞാൽ നിർത്താൻ വേണ്ടി പൊട്ടൻഷ്യൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് നീങ്ങുന്നില്ല. നീങ്ങിയിട്ടുണ്ടെങ്കിലല്ലേ നിർത്താൻ വേണ്ടി പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടി വരുള്ളൂ. ആണോ? ആര് നീങ്ങില്ല. അപ്പൊ ഈ പോയിന്റിൽ, അതായത് ഈ ഫ്രീക്വൻസിയിൽ, ഇവിടെ ഇത് ഫ്രീക്വൻസി അല്ലേ? അപ്പൊ ഈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 എന്ന് പറഞ്ഞാൽ നിർത്താൻ വേണ്ടി പൊട്ടൻഷ്യൽ കൊടുക്കണ്ട പറഞ്ഞാൽ അത് നീങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഫ്രീക്വൻസിയിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കൂല. അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ആവണം. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഇതിൽ നിന്ന് കിട്ടി. എന്ത് കിട്ടി? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കണമെങ്കിൽ ഈ വാല്യൂ ഓഫ് ഫ്രീക്വൻസി ഇല്ലേ, ഇവിടെ ഈ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി നമ്മൾ ന്യൂ 0 എന്ന് വിളിച്ചു.
ന്യൂ സീറോ എന്ന് പറയുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. ആരാ ന്യൂ സീറോ? ന്യൂ സീറോ ആരാ പറയും? ന്യൂ സീറോ എന്ന് പറയുന്നത് ആരാണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ചോദിക്കുക എന്താണ് ഈ ത്രഷോൾഡ് ഫ്രീക്വൻസി? അപ്പൊ ഒരു പറഞ്ഞു ഞങ്ങൾക്ക് എക്സ്പെരിമെന്റലായിട്ട് മനസ്സിലായി എന്ത്, ഒരു മിനിമം ഫ്രീക്വൻസിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് അടിച്ചാൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് നടക്കുള്ളൂ. ഒരു മിനിമം ഫ്രീക്വൻസിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് അടിച്ചാൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് നടക്കുള്ളൂ എന്നുള്ളവർക്ക് മനസ്സിലായി. അവർക്കത് എങ്ങനെയാണ് മനസ്സിലായത്? അവർ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസിന്റെയും ഗ്രാഫ് നോക്കിയപ്പം ആ ഗ്രാഫിൽ ഇതാ ഈ വാല്യൂ ഓഫ് ഫ്രീക്വൻസിയിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സീറോ എന്ന് മനസ്സിലായില്ലേ? ഇവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നത് അല്ലെ? ഇവിടുന്ന് അങ്ങോട്ട് ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് പിന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പൊ ഈ ഫ്രീക്വൻസിയിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സീറോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നാൽ ആ ഫ്രീക്വൻസിയോ അതിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയിലൊക്കെ ഫോട്ടോ ഇലക്ട്രിക് നടക്കൂല. അത് അവർ ചെയ്തു നോക്കി കേട്ടോ. അവർ ചെയ്തു നോക്കി. എന്ത്? നമ്മളുടെ ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇല്ലേ, അതായത് നമ്മളുടെ ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുമ്പം ലെറ്റ് മീ ജസ്റ്റ് ഷെയർ ദാറ്റ് സ്ക്രീൻ. അപ്പം നമ്മളുടെ ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നമ്മളുടെ ഇവിടെ ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നമ്മളിപ്പം ഈ ഒരു എക്സ്പെരിമെന്റ് കാണില്ലേ, ഡയഗ്രാം, നമ്മളുടെ ഈ ഒരു ഡയഗ്രാം കാണില്ലേ അപ്പം നിങ്ങൾ? ആ ഡയഗ്രത്തിൽ ഈ ഒരു സോഴ്സിന് അതിന്റെ ഫ്രീക്വൻസി എന്താക്കി? ത്രഷോൾഡ് ഫ്രീക്വൻസിനെക്കാട്ടും കുറഞ്ഞ ഫ്രീക്വൻസി ആക്കി നോക്കി. ഇവിടെ ഈ ലൈറ്റിന് ത്രഷോൾഡ് ഫ്രീക്വൻസിനെക്കാട്ടും കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ഒരു ലൈറ്റ് വന്ന് അടിച്ചപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് നടക്കില്ല. അവരത് ചെയ്തു നോക്കി, അത് അവർ കൺഫേം ചെയ്തു. അപ്പം ഇങ്ങനൊരു കാര്യവും അവർ മനസ്സിലാക്കി. അപ്പൊ എന്താണ് ഈ ത്രഷോൾഡ് ഫ്രീക്വൻസി? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദ മിനിമം വാല്യൂ ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വിൽ നോട്ട് ഒക്കർ. വാട്ട് ഇസ് ത്രഷോൾഡ് ഫ്രീക്വൻസി? ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദ മിനിമം വാല്യൂ ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വിൽ നോട്ട് ഒക്കർ. ആ ഫ്രീക്വൻസിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ആണ് അടിക്കുന്നതെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുന്നതാണോ നടക്കൂല എന്നാണോ? നടക്കും എന്നാണോ നടക്കൂല എന്നാണോ മനസ്സിലാവേണ്ടത്? ത്രഷോൾഡ് ഫ്രീക്വൻസിനെക്കാട്ടും കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് അടിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് നടക്കുന്നില്ല. പിന്നെ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മെറ്റൽ എയുടെ ത്രഷോൾഡ് ഫ്രീക്വൻസി തന്നെയാണോ മെറ്റൽ ബിയുടെ ത്രഷോൾഡ് ഫ്രീക്വൻസി? നോക്ക്, മെറ്റൽ മാറുന്നതനുസരിച്ച് ത്രഷോൾഡ് ഫ്രീക്വൻസി മാറുണ്ടോ മാറുന്നില്ലേ? പറയും. മാറുന്നുണ്ട്. മെറ്റൽ മാറുന്നതനുസരിച്ച് ത്രഷോൾഡ് ഫ്രീക്വൻസി മാറുന്നുണ്ട്. അപ്പം ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓരോ മെറ്റൽ മാറുന്നതനുസരിച്ച് മാറുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലാറ്റിനത്തിന് ത്രഷോൾഡ് ഫ്രീക്വൻസി ആയിരിക്കില്ല സീസിയസിന്റെ ത്രഷോൾഡ് ഫ്രീക്വൻസി. മെറ്റൽ മാറുന്നതനുസരിച്ച് ത്രഷോൾഡ് ഫ്രീക്വൻസി മാറുന്നുണ്ട്. ഇതും നമുക്ക് എങ്ങനെ മനസ്സിലായി? എക്സ്പെരിമെന്റിലൂടെ മനസ്സിലായി. എക്സ്പെരിമെന്റിലൂടെ അല്ലേ? ആണോ? അപ്പൊ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ളതും ത്രഷോൾഡ് ഫ്രീക്വൻസി മെറ്റീരിയൽ മാറുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെയാണ് നമ്മളുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ. സോ വാട്ട് ആർ ദ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? അവർ ഇപ്പൊ ഈ കിട്ടിയ മൊത്തം എക്സ്പെരിമെന്റിലെ കാര്യങ്ങളിലെ കാര്യങ്ങളെ അവരൊരു ലോയുടെ രൂപത്തിലേക്ക് മാറ്റി. അവര് ഈ മൊത്തം കിട്ടിയ കാര്യങ്ങളെ അവർ 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു ലോയുടെ രൂപത്തിലേക്ക് മാറ്റി. 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ പറയാൻ പോവാ. എക്സ്പെരിമെന്റിൽ കിട്ടിയ സാധനത്തിനെ ഒന്നിങ്ങോട്ട് സമ്മറൈസ് ചെയ്യാം. നമുക്ക് ഈ കിട്ടിയ എക്സ്പെരിമെന്റ് ഇല്ലേ, അപ്പൊ അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റി എന്തൊക്കെ മനസ്സിലായി എന്ന് അയാളോട് ചോദിക്കുകയാണ്, അല്ല അവരോട് ചോദിക്കുകയാണ്. അവർ പറയാൻ പോകുന്നത് ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ, ഒരു പെർട്ടിക്കുലർ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ ഫ്രീക്വൻസി എബവ് ത്രഷോൾഡ് ഫ്രീക്വൻസി, ലൈറ്റിന്റെ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിനെക്കാട്ടും കൂടുതൽ ഫ്രീക്വൻസിയിലാണെങ്കിൽ അവിടെ സാച്ചുറേഷൻ കറണ്ട് ആർക്ക് പ്രപ്പോർഷനിലാണ്? ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷന് പ്രപ്പോർഷനിലാണ് അല്ലേ? നോക്കി നോക്ക്, ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് സാച്ചുറേഷൻ കറണ്ട് കൂടുന്നില്ലേ എക്സ്പെരിമെന്റിന്? ഉണ്ടോ? അപ്പം ഇതിനെ സെന്റൻസ് ആയിട്ട് എഴുതുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ at a frequency above threshold frequency, saturation current is directly proportional to intensity of radiation. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ കാര്യം മനസ്സിലായോ? മനസ്സിലായി.
അതേമാതിരി തന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. ഫോർ എ ഗിവൺ ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയൽ at a frequency above threshold frequency, stopping potential is proportional to frequency of radiation. അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസി മാറുന്നതനുസരിച്ചാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നത്. ആണോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ് അല്ലേ? നമ്മളെ രണ്ടാമത്തെ ഗ്രാഫ്, രണ്ട് ഗ്രാഫുകളിൽ നിന്ന് മനസ്സിലായില്ലായിരുന്നോ? ആണോ? ഇന്റൻസിറ്റി മാറ്റുമ്പോൾ സാച്ചുറേഷൻ കറണ്ട് ആണ് മാറുന്നത്, ഫ്രീക്വൻസി മാറ്റുന്ന സമയത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ രണ്ട് ഗ്രാഫ് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടോ? പിന്നെ വേറൊരു കാര്യവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഇന്റൻസിറ്റി മാറ്റുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ലായിരുന്നല്ലോ. ഇന്റൻസിറ്റി മാറ്റുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നുണ്ടായിരുന്നോ? നോക്കി നോക്ക്. ഇന്റൻസിറ്റി മാറ്റുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറിയോ? അതാ ഈ ഗ്രാഫ് നോക്ക്. നമ്മളുടെ ഈ ഗ്രാഫിൽ ഇന്റൻസിറ്റി മാറുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇന്റൻസിറ്റി എന്തായാലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് അതൊരു ബാധിക്കുന്ന പ്രശ്നമല്ല. ഫ്രീക്വൻസി മാറിയാലാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നത്. ആണോ? ഫ്രീക്വൻസി മാറിയാലല്ലേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നത്. മനസ്സിലായോ? 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 അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവർ പറഞ്ഞു, there exists a minimum frequency, that is threshold frequency, below which photoelectric effect will not happen. ഒരു മിനിമം ഫ്രീക്വൻസിനെക്കാളും കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കൂല എന്നും ഒരു പറഞ്ഞു. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയില്ലേ? മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. അപ്പൊ there exists a minimum frequency below which photoelectric effect will not occur. അതിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഒരിക്കലും നടക്കൂല എന്നുള്ളതും അവർ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരോട് ചോദിച്ചു, ഇതൊരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണോ ടൈം ഡിലേഡ് പ്രോസസ് ആണോ? അപ്പോൾ ഓര് പറഞ്ഞു ഇതൊരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. എക്സ്പെരിമെന്റലായിട്ട് അവർക്ക് മനസ്സിലായി. ലൈറ്റ് അടിക്കുന്ന സമയത്ത് തന്നെ ഇലക്ട്രോൺ പുറത്തിറങ്ങുന്നുണ്ട്. ലൈറ്റ് അടിക്കുന്ന അതേ സമയത്ത് തന്നെ ഇലക്ട്രോൺ പുറത്തിറങ്ങേണ്ടതുണ്ട്. ഇറ്റ്സ് എൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് എന്ന് ഉള്ളവർ മനസ്സിലാക്കി. നോ ടൈം ലാഗ് ഒന്നുമില്ലാതെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണെന്നുള്ളതും അവർ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് അവർ എഴുതി വെച്ചു. അവർ പറഞ്ഞു ത്രെഷോൾഡ് ഫ്രീക്വൻസിനെക്കാളും കൂടുതൽ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ആണെങ്കിൽ അവിടെ സാച്ചുറേഷൻ കറണ്ട് ഇന്റൻസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സാച്ചുറേഷൻ കറണ്ട് കൂടും ഇന്റൻസിറ്റി കൂടിയാൽ. ത്രെഷോൾഡ് ഫ്രീക്വൻസിനെക്കാളും കൂടുതൽ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും ഫ്രീക്വൻസി കൂടിയാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡേ ചെയ്യുന്നില്ല എന്ന് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് മനസ്സിലാക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എക്സ്പെരിമെന്റൽ ലൈറ്റ് കിട്ടി. പക്ഷെ അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്? അല്ലേ? ഇത് നമുക്ക് മനസ്സിലായി ഇതൊക്കെയാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്? ആ ഒരു ഡൗട്ട് ഇവർക്ക് വന്നു. വൈ ദിസ് ഇസ് ഹാപ്പനിങ്? ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നു? ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പണി ആർക്കാ? ലൈറ്റിനെ പറ്റി ഇതിനെ മുന്നേ സംസാരിച്ച ആളുകൾക്കാണ് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ലൈറ്റിനെ പറ്റി ഇതിനു മുന്നേ സംസാരിച്ച ആളുകൾ വേവ് തിയറിക്കാരായിരുന്നു. ആര്? വേവ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ആയിരുന്നു അപ്പം നിലവിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തിയറി. അപ്പൊ വേവ് തിയറി പ്രകാരം ലൈറ്റ് ഒരു വേവ് ആണെന്നുള്ളതായിരുന്നു ധാരണ. ആ വേവ് തിയറിക്കാരോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയോ? നിങ്ങൾ പറയും. അവർക്ക് ഈ ഒരു കാരണം, ഇത് നടക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റിയില്ല. അല്ലെ? അവർ പറയുന്ന കാര്യങ്ങളല്ല ശരിക്കും നടക്കുന്നത്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇവിടെ എഴുതിയ കണ്ടോ, ഫെയിലിയർ ഓഫ് വേവ് തിയറി ഉണ്ടോ? ഉദ്ദേശിച്ചത് എന്താണ്? ഫെയിലിയർ ഓഫ് വേവ് തിയറി ഇൻ എക്സ്പ്ലെയിനിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേവ് തിയറി സക്സീഡ് ചെയ്തോ ഫെയിലായോ? ഫെയിലായി. സയൻസിന്റെ ഒരു പ്രത്യേകത അതാണ്. സയൻസിന് എന്ത് ചെയ്യുന്നാൽ ആരോടും എഫെക്ഷൻ ഇല്ല. ഒരു സയന്റിസ്റ്റിനോടും എഫെക്ഷൻ ഇല്ല, ഒരു തിയറിനോടും എഫെക്ഷൻ ഇല്ല. There is no ultimate theory in science and there is no unquestioned authority in science. ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു തിയറിയും ഇല്ല, ചോദ്യം ചെയ്യപ്പെടാത്തതായിട്ടുള്ള ഒരു സയന്റിസ്റ്റും സയൻസിലില്ല.
സയൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്ത് തെറ്റായ സാധനങ്ങളെ കളഞ്ഞിട്ട് ശരിയായ സാധനങ്ങളെ മനസ്സിലാക്കി, ഇന്ന് മനസ്സിലാക്കിയതിനേക്കാൾ കുറച്ചുകൂടി ശരിയായ സാധനങ്ങൾ നാളെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ പഴയ സാധനങ്ങളെ മാറ്റിയിട്ട് ഒരിങ്ങനെ ഇങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ട് കൊടുക്കും. അപ്പൊ വേവ് തിയറി തെറ്റാന്ന് നമുക്ക് മനസ്സിലായത് എപ്പോഴാ? വേവ് തിയറി തെറ്റാന്ന് നമുക്ക് മനസ്സിലായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ വേവ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിലും നമുക്ക് സയൻസിന് ഒറ്റൊരു നിയമമുള്ളൂ. ഇഫ് ഇറ്റ് ഇസ് എക്സ്പെരിമെന്റലി റോങ്, അല്ലെങ്കിൽ ഇഫ് എ ഫാക്ട് ഓർ ഇഫ് എ തിയറി ഈസ് നോട്ട് എഗ്രീയിങ് വിത്ത് ആൻ എക്സ്പെരിമെന്റൽ എവിഡൻസ്, ഒരു തിയറി, ആ തിയറി ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസിനെ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ആ തിയറി തെറ്റാണ്. അതായത് ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസും ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡാറ്റയും ഉണ്ട്. ഇപ്പൊ വെറുതെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ന്യൂട്ടൺ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരു സയന്റിസ്റ്റ് എക്സ്പെരിമെന്റലായിട്ട് കുറെ സാധനങ്ങളെ കണ്ടുപിടിച്ചു. ഈ എക്സ്പെരിമെന്റലായിട്ട് കണ്ടുപിടിച്ച സാധനങ്ങളെ ന്യൂട്ടന്റെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ഏതാ നമ്മൾ മാറ്റുക? ന്യൂട്ടന്റെ സാധനങ്ങളാണോ എടുത്തു കളയുക, അതോ എക്സ്പെരിമെന്റ് ആണോ എടുത്തു കളയുക? ന്യൂട്ടൺ പറഞ്ഞ സാധനങ്ങൾ എടുത്തു കളയും. അപ്പം എന്ത് ചെയ്യുന്ന, ഇഫ് ഇറ്റ് ഇസ് എക്സ്പെരിമെന്റലി റോങ് ദെൻ ഇറ്റ്സ് റോങ്. അതായത് ഒരു സാധനം എക്സ്പെരിമെന്റലി തെറ്റാന്ന് മനസ്സിലായി, നമുക്ക് ഒരു തിയറി എക്സ്പെരിമെന്റലി തെറ്റാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അതെടുത്ത് കളയും. അപ്പം വേവ് തിയറിക്ക് എന്ത് സംഭവിച്ചു? ഈ വേവ് തിയറി തെറ്റാന്ന് എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു വേവ് തിയറി പ്രകാരം ചിന്തിക്കുമ്പം, അതായത് ഞാൻ പറയുന്നത് എക്സ്പെരിമെന്റ് അല്ല കേട്ടോ, ഇനി ഞാൻ വേവ് തിയറിയുടെ പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ, ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നാൽ എനർജി ഡെൻസിറ്റി ഓഫ് വേവ് കൂടും. അതായത് വേവ് തിയറി പ്രകാരം ലൈറ്റ് ഒരു വേവ് ആണെങ്കിൽ ഇന്റൻസിറ്റി കൂടുമ്പം കുറേ എനർജി കൂടും, എനർജി ഓഫ് വേവ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ എനർജി കൂടുതലുള്ള വേവിന് എന്ത് ചെയ്യണം? ഇലക്ട്രോൺസിനെ കൂടുതൽ എണ്ണത്തിനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഇലക്ട്രോൺസിനെ കുറച്ചുകൂടി സ്പീഡിൽ പുറത്തേക്ക് ഇറക്കാൻ പറ്റണം. വേവ് തിയറിക്കാർ പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ, അവർ ചിന്തിക്കുന്ന പ്രകാരം ഇന്റൻസിറ്റി കൂടുന്ന സമയത്ത് കൂടുതൽ എനർജി എത്തുന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിന് കൂടുതൽ കൈനറ്റിക് എനർജി കിട്ടണം. പക്ഷേ ഇലക്ട്രോണിന് കൂടുതൽ കൈനറ്റിക് എനർജി കിട്ടുന്നുണ്ടോ? ഇന്റൻസിറ്റി കൂടുന്ന സമയത്ത് ഇലക്ട്രോൺ കൈനറ്റിക് എനർജി കൂടുതൽ കിട്ടുന്നുണ്ടെന്നാണോ നമ്മൾ എക്സ്പെരിമെന്റ് പഠിച്ചത്? ആണോ? എക്സ്പെരിമെന്റിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഡിപ്പെൻഡേ ചെയ്യുന്നില്ല, അല്ലേ? ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡേ ചെയ്യുന്നില്ലല്ലോ, ഫ്രീക്വൻസി മാറുന്നതനുസരിച്ചല്ലേ കൈനറ്റിക് എനർജി മാറുന്നത്, ആണോ? പക്ഷെ വേവ് തിയറിക്കാർ പ്രകാരം ഒരു ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നാൽ, ഒരു ചിന്തിക്കുന്ന കാര്യത്തിൽ ഇന്റൻസിറ്റി കൂടിയ എനർജി ഡെൻസിറ്റി ഓഫ് വേവ് കൂടണം, എനർജി ഡെൻസിറ്റി ഓഫ് വേവ് കൂടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ എനർജി ഇലക്ട്രോൺ കിട്ടണം, കൂടുതൽ എനർജി ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കൂടണം എന്നായിരുന്നു വേവ് തിയറിക്കാരുടെ ചിന്ത. അതേമാതിരി അല്ല നടന്നത്. അപ്പോൾ ഒരു സാധനം തെറ്റി. പിന്നെ ഒരു പറഞ്ഞു ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി കണ്ടീഷൻ ഉണ്ടാവാനേ പാടില്ല എന്ന്. അതായത് നമ്മൾ പറഞ്ഞു ഒരു മിനിമം ഫ്രീക്വൻസിനോട് കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് നടക്കുന്നതാണോ നടക്കൂല എന്നാണോ? ഒരു മിനിമം ഫ്രീക്വൻസിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് നടക്കൂല എന്ന് നമ്മൾ പഠിച്ചു. ആ മിനിമം ഫ്രീക്വൻസിനാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയെ ഉണ്ടാവാൻ പാടില്ല എന്ന്. അപ്പോൾ ചോദിച്ചു എന്താന്ന്? പറഞ്ഞു ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിനെക്കാളും കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് എടുത്തിട്ട് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയാണെങ്കിൽ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങണം എന്ന് വേവ് തിയറി പറഞ്ഞു. ത്രെഷോൾഡ് ഫ്രീക്വൻസിനെക്കാളും കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് എടുത്തിട്ട് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് നടക്കണം, അതായത് ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങണം എന്നാണ്. അത് നടക്കുന്നുണ്ടോ? ഇല്ല. എക്സ്പെരിമെന്റ് ഈ പറഞ്ഞ സാധനം തെറ്റാണെന്നുള്ളത് തെളിയിച്ചു. ത്രെഷോൾഡ് ഫ്രീക്വൻസിനെക്കാളും കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് എത്ര ഇന്റൻസിറ്റി കൂട്ടിയ സമയത്തും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും പൊട്ടത്തരമാണ്, തെറ്റാണെന്നുള്ളത് തെളിഞ്ഞു. പിന്നെ അവർ പറഞ്ഞു എനർജി ഓഫ് വേവ് ഇറ്റ് ഇസ് സ്മൂത്ത്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ഇലക്ട്രോൺസ് therefore will have a time delay. അതായത് അവർ പറഞ്ഞു ഈ ലൈറ്റ് എനർജി വേവിന്റെ രൂപത്തിൽ വന്ന് വീണിട്ട് മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോൺസിന് കിട്ടും. മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോൺസിൽ എല്ലാവർക്കും ഒരേ രീതിയിലൊക്കെ കിട്ടിയിട്ട് ഒരു ഇലക്ട്രോൺ പുറത്തിറങ്ങണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നതാണ്. ഒരു ടൈം ഡിലേ വേണമെന്ന് ആര് വാശി പിടിച്ചു? തിയറി വാശി പിടിച്ചു. ബട്ട് ഇസ് ദർ എ ടൈം ഡിലേ? ടൈം ഡിലേ ഉണ്ടോ?
ഇല്ല, ടൈം ഡിലേ ഇല്ല. അപ്പം വേവ് പറഞ്ഞ ഈ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാന്ന് മനസ്സിലായി നമുക്ക്. എക്സ്പെരിമെന്റ് നോക്കുമ്പം എക്സ്പെരിമെന്റ് പറയുന്ന മാതിരിയല്ല വരെ തിയറിറ്റിക്കൽ പ്രഡിക്ഷനിൽ. എക്സ്പെരിമെന്റ് പറയുന്ന കാര്യമല്ല വരെ തിയറിറ്റിക്കൽ പ്രഡിക്ഷൻ ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? വേവ് തിയറിനെ അതിൻ്റെ എന്തൊക്കെയോ തെറ്റുണ്ടെന്ന് അല്ലേ? വേവ് തിയറിക്ക് എന്തൊക്കെയോ തെറ്റുണ്ടെന്ന് മനസ്സിലായി. ആണോ? This led to the failure of wave theory. അപ്പം മരിച്ചു. അവരിപ്പോ പ്രാക്ടിക്കലായിട്ട് ചോദിച്ചു, അല്ല വേവ് തിയറി പറഞ്ഞത് തെറ്റാണ്, എന്നാ പിന്നെ എന്താണ് ശരി? എങ്ങനെയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് നടക്കുന്നത്? അപ്പൊ ലൈറ്റ് ആക്ച്വലി എന്താണ്? ലൈറ്റ് പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞിരുന്നു, അത് തെറ്റാന്ന് തെളിയിച്ചിട്ടാണ് വേവ് തിയറി വന്നത്. വേവ് തിയറിക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാല് ഫോട്ടോ ഇലക്ട്രിക് തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ വേവ് തിയറിയും തെറ്റാന്ന് മനസ്സിലായി. വേവ് തിയറിയും തെറ്റാണ്, പിന്നെ എന്താണ് ലൈറ്റ്? അതേമാതിരി എങ്ങനെയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് നടക്കുന്നത്? അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആരാ വെച്ചിട്ടുണ്ടെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. ആര്? ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഐൻസ്റ്റൈൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണ്? നിങ്ങൾ ഈ ഡയഗ്രം കണ്ടോ? ഐൻസ്റ്റൈൻ്റെ എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ട് ക്യാൻ യു സീ ദിസ് ഡയഗ്രം? ഇവിടെ ഉള്ളത് ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു മെറ്റീരിയൽ ആണിത്. കാണുന്നില്ലേ? ക്യാൻ യു സീ ദിസ്? ഐൻസ്റ്റൈൻ പറഞ്ഞു ലൈറ്റ് എന്ന് പറയുന്നത് പാക്കറ്റ് ആയിട്ടാണ് നീങ്ങുന്നത്. അതിന് ഐൻസ്റ്റൈനെ ഹെൽപ്പ് ചെയ്തത് മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു എനർജി ഈസ് നോട്ട് ഫ്ലോയിങ് ഇൻ എ കണ്ടിന്യൂസ് മാനർ, ഇൻസ്റ്റെഡ് എനർജി ഈസ് ഫ്ലോയിങ് ആസ് സ്മോൾ പാക്കറ്റ്സ്. ആ എനർജി പാക്കറ്റിനെ അയാൾ ക്വാണ്ട എന്ന് വിളിച്ചു. ക്വാണ്ട. ദ പാക്കറ്റ് ഓഫ് എനർജി വാസ് കോൾഡ് ആസ് ക്വാണ്ട. അങ്ങനെ എനർജി ഈസ് നോട്ട് ഫ്ലോയിങ് ഇൻ എ കണ്ടിന്യൂസ് മാനർ, എനർജി ഈസ് ഫ്ലോയിങ് ആസ് സ്മോൾ പാക്കറ്റ് എന്ന് ആര് പറഞ്ഞിരുന്നു? മാക്സ് പ്ലാങ്ക്. ഐൻസ്റ്റൈൻ എന്ത് പറഞ്ഞു പറഞ്ഞാൽ ഐൻസ്റ്റൈൻ ആ കാര്യത്തിന് ഉപയോഗിച്ചിട്ട് അയാൾ പറഞ്ഞു ലൈറ്റ് ഇസ് ഓൾസോ എ ഫോം ഓഫ് എനർജി. ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. അങ്ങനെയാണ് ലൈറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതാണോ പാക്കറ്റ് ആയിട്ടാണോ പോകുന്നത്? ലൈറ്റ് ഇസ് ഓൾസോ ഫ്ലോയിങ് ആസ് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു ലൈറ്റ് പാക്കറ്റിനെ ഐൻസ്റ്റൈൻ എന്ത് വിളിച്ചു പറഞ്ഞാൽ ഫോട്ടോൺ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? പാക്കറ്റ് ഓഫ് ലൈറ്റിനെ എന്ത് വിളിച്ചു? ഐൻസ്റ്റൈൻ എന്ത് വിളിച്ചു? ഫോട്ടോൺ എന്ന് വിളിച്ചു. പാക്കറ്റ് ഓഫ് എനർജീനെ മാക്സ് പ്ലാങ്ക് ക്വാണ്ട എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിന്റെ പാക്കറ്റിനെ എന്ത് വിളിച്ചു? ഐൻസ്റ്റൈൻ ഫോട്ടോൺ എന്ന് വിളിച്ചു. ദ പാക്കറ്റ് ഓഫ് ലൈറ്റ് എനർജി ഈസ് കോൾഡ് ഫോട്ടോൺ. ഫോട്ടോൺ എന്ന് പറയുന്നത് പാക്കറ്റ് ഓഫ് ലൈറ്റ് എനർജിയാണ്. ഒരു ഫോട്ടോണിന് h nu എനർജി ഉണ്ട്. ഒരു ഫോട്ടോൺ എത്ര എനർജി ഉണ്ട്? h nu എനർജി ഉണ്ട്. നമ്മൾ കുറച്ച് മുന്നേ ഒരു പ്രോബ്ലം ചെയ്തില്ലേ? ചെയ്തോ? അപ്പം 1 photon is having an energy of h nu. പിന്നെ ഐൻസ്റ്റൈൻ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പറഞ്ഞു. ഈ ലൈറ്റ് പാക്കറ്റിന് ഏതെങ്കിലും ഒരു ഇലക്ട്രോണുമായിട്ടേ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോൺ ആയിട്ടേ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1 photon can interact with only 1 electron in the metal surface. മെറ്റലിന്റെ ഉള്ളിൽ കോടിക്കണക്കിന് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ കോടിക്കണക്കിന് ഇലക്ട്രോൺസും എല്ലാവരുമായിട്ട് ഒരു ഫോട്ടോൺ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1 photon can interact with only 1 electron in the metal surface. അങ്ങനെയും അയാൾ പറഞ്ഞു. ഒരു ഫോട്ടോൺ എത്ര എനർജി ഉണ്ട്? പറയും. h nu എനർജി ഉണ്ട്. 1 photon is having an energy of h nu. h ആരാന്ന് ഓർമ്മയുണ്ടോ? h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ന്യൂ ആരാ? ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി. അപ്പൊ ലൈറ്റിന്റെ ഫ്രീക്വൻസി. അപ്പൊ ലൈറ്റിന്റെ എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യും? ലൈറ്റിന്റെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ലൈറ്റ് ഫോട്ടോണിന്റെ എനർജി ഫോട്ടോണിന്റെ ഫ്രീക്വൻസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇന്റൻസിറ്റിനല്ലല്ലോ. ലൈറ്റ് ഫോട്ടോണിന്റെ എനർജി അതിന്റെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇന്റൻസിറ്റിനാണോ ഫ്രീക്വൻസിനാണോ? പറയും. ഫ്രീക്വൻസി. ഇനി വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, മെറ്റലിനൊക്കെ വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവില്ലേ? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഓർമ്മ ഉണ്ടോ? ഒരു മിനിമം എനർജി കൊടുത്താൽ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തിറങ്ങുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കി
ഈ മെറ്റലിന്റെ ഉള്ളിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. മെറ്റലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ഇലക്ട്രോൺസ് ആണ്. മെറ്റലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺ നമ്മൾ എന്ത് വിളിക്കും? ഈ ചുവപ്പ് കളർ ഇലക്ട്രോൺ കാണില്ലേ, ഇതൊരു ഇലക്ട്രോൺ ആണ് സങ്കല്പിക്കുക. ആ ഇലക്ട്രോൺ ഇപ്പം മെറ്റലിന്റെ പുറത്താണോ മെറ്റലിന്റെ ഉള്ളിലാണോ? മെറ്റലിന്റെ ഉള്ളിലാണ്. മെറ്റലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺ നമ്മൾ എന്ത് വിളിക്കും? ബൗണ്ടഡ് ഇലക്ട്രോൺ എന്ന് വിളിക്കും. ബൗണ്ടഡ് ഇലക്ട്രോൺ. ഈ ബൗണ്ടഡ് ഇലക്ട്രോണിന് പുറത്തിറങ്ങാൻ താല്പര്യമുണ്ട്, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റാനില്ല. എന്തുകൊണ്ടാ? അതിന് പുറത്തിറങ്ങണമെങ്കിൽ അത് എന്ത് ചെയ്യണം? അതിനൊരു എനർജി കിട്ടണം. ഇഫ് ഇറ്റ് ഹാസ് ടു മൂവ് ഔട്ട്, അതിന് എന്ത് കിട്ടണം? ഇറ്റ് ഹാസ് ടു ഗെറ്റ് എൻ എനർജി. എത്ര എനർജി കിട്ടണം? വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതൽ എനർജി വേണം. വർക്ക് ഫംഗ്ഷനെ 50 എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നൊക്കെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലായിരുന്നു, ഉണ്ടോ? അപ്പം ഈ ചുവപ്പ് കളർ ഇലക്ട്രോണിന് പുറത്തിറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതൽ എനർജി കിട്ടണം. വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതൽ എനർജി കിട്ടണം. അപ്പൊ ഈ ഇലക്ട്രോണ്, ഈ ബൗണ്ടഡ് ഇലക്ട്രോൺ ഒരു ജയിലിലാണ് നിൽക്കുന്നത് വിചാരിച്ചോ. ബൗണ്ടഡ് ഇലക്ട്രോൺ നിൽക്കുന്ന ഒരു ജയിലിലാണ്. ആ ജയിലില് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, വെറുതെ ഞാൻ പറയട്ടെ, ഒരു 100 ഇലക്ട്രോൺ വോൾട്ട് എനർജി വേണം. വെറുതെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാട്ടോ. 100 ഇലക്ട്രോൺ വോൾട്ട് എനർജി വേണം വിചാരിച്ചോ അതിന് ജയിലിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ. ഈ ജയിലിൽ നിന്ന് പുറത്ത് കിടക്കണേ അതിന് എത്ര എനർജി വേണം? 100 ഇലക്ട്രോൺ വോൾട്ട് എനർജി വേണം. അങ്ങനെ അതിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു ഫോട്ടോൺ വന്നിട്ട് ഇയാളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ ഫോട്ടോണിന് എത്ര എനർജി ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ പറയട്ടെ, ഈ ലൈറ്റ് ഫോട്ടോണിന് ഉള്ള എനർജി എന്ന് പറയുന്നത് ഒരു 300 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ട്. ആർക്ക്? ഈ വന്നു വീഴുന്ന ലൈറ്റിന്റെ ഫോട്ടോണിന് 300 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 300 ഇലക്ട്രോൺ വോൾട്ട് എനർജിയുമായിട്ട് ഈ ബൗണ്ടഡ് ഇലക്ട്രോണിന്റെ മേലേക്ക് ആ ഫോട്ടോൺ വന്ന് വീണിട്ടുണ്ട്. ആ എനർജീനെ ആ ഇലക്ട്രോണിന് കൊടുക്കും. ഇലക്ട്രോണിന് ഇവിടുന്ന് പുറത്ത് കിടക്കണ എത്ര എനർജി വേണം? മെറ്റൽ സർഫസിന് പുറത്ത് കിടക്കണേ 300 ഇലക്ട്രോൺ വോൾട്ട് എനർജിയും വേണോ? ഷുഡ് ഇറ്റ് റിക്വയർ ഓൾ ദ 300 ഇലക്ട്രോൺ വോൾട്ട് എനർജി ടു മൂവ് ഔട്ട്? ഇല്ല, പുറത്ത് കിടക്കണ എന്ത് ചെയ്താൽ 100 ഇലക്ട്രോൺ വോൾട്ട് എനർജി പോരെ. അങ്ങനെയാണെങ്കിൽ പുറത്ത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പിന്നെ ബാക്കി എത്ര എനർജി ഉണ്ട്? പുറത്ത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി അതിൻ്റെ അടുത്ത് എത്ര എനർജി ഉണ്ട് പറയും? 300 100 കുറച്ചിട്ടുണ്ട്, 200 ഉണ്ട്. ആ 200 ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് അത് കൈനറ്റിക് എനർജി ആക്കി മാറ്റുന്നത്. അപ്പം എമിറ്റഡ് ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി കിട്ടും. എങ്ങനെ? ആ ഫോട്ടോണ് കൊടുത്ത എനർജിയിൽ വർക്ക് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് എന്തായിരുന്നത്? കൈനറ്റിക് എനർജിയായി മാറുന്നത്. അപ്പം ദ എമിറ്റഡ് ഇലക്ട്രോൺ പൊസസ് എ കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു എനർജി ഓഫ് ഫോട്ടോൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ. അല്ലേ? 300 മൈനസ് 100 എന്ന് പറയുന്നല്ലേ ഞാൻ പറഞ്ഞത്, ആണോ? അപ്പം ഇതാണ് ഐൻസ്റ്റൈൻ പറഞ്ഞ പ്രകാരം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നടക്കുന്നത്. ഐൻസ്റ്റൈൻ എന്താ പറഞ്ഞത്? ഐൻസ്റ്റൈൻ പറഞ്ഞു ലൈറ്റ് ഇസ് നോട്ട് ഫ്ലോയിങ് ഇൻ എ കണ്ടിന്യൂസ് മാനർ. വേവ് തിയറി പറയുന്ന പ്രകാരം ലൈറ്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലല്ല നീങ്ങുന്നത്. പിന്നെ എങ്ങനെയാ? പാക്കറ്റ് ആയിട്ടാണ്. പാക്കറ്റ്. ഓരോ ലൈറ്റ് പാക്കറ്റിനെ ഐൻസ്റ്റൈൻ എന്ത് പേരിൽ വിളിച്ചു? ഫോട്ടോൺ എന്നുള്ള പേരിൽ വിളിച്ചു. ഫോട്ടോൺ. ഒരു ഫോട്ടോണിന് എത്ര എനർജി ഉണ്ട്? ഒരു ഫോട്ടോണിന് hν എനർജി ഉണ്ട്. ഈ hν എനർജി എന്ത് ചെയ്യും? ഫോട്ടോൺ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിനെ കൊടുക്കുള്ളൂ. 1 ഫോട്ടോൺ ക്യാൻ ഇന്ററാക്ട് വിത്ത് ഓൺലി 1 ഇലക്ട്രോൺ, അല്ലേ? അതുകൊണ്ട് ഈ hν എനർജി ഈ ഫോട്ടോൺ ഏതെങ്കിലും ഒരു ബൗണ്ടഡ് ഇലക്ട്രോണിന് കൊടുക്കും. ആ ബൗണ്ടഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ എനർജീനെ വലിച്ചെടുത്തിട്ട് ആ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങും. ആ പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. എത്ര കൈനറ്റിക് എനർജി ഉണ്ടാവും? ഈ ഫോട്ടോൺ കൊടുത്ത എനർജിന്ന് വർക്ക് ഫംഗ്ഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര കൈനറ്റിക് എനർജി ഉണ്ടാവും? മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അപ്പം 1905 ഐൻസ്റ്റൈൻ എന്ത് ചെയ്തു? ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. ഐൻസ്റ്റൈനിന് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഈ എക്സ്പ്ലനേഷന് ഐൻസ്റ്റൈനിന് അന്ന് ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടി. പക്ഷെ ഇതിങ്ങനെ വെറുതെ അങ്ങനെ പറയാൻ മാത്രമല്ല ചെയ്തത്, അതിനെ ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്തു. നമ്മൾ ഈ പസിൽ മുഴുവൻ സോൾവ് ചെയ്യണ്ടേ? വേവ് തിയറിക്കാർക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തുകൊണ്ടാണ് അപ്പൊ നടക്കുന്നത് എന്നുള്ളതിനെ വ്യക്തമായിട്ട് പറയണ്ടേ? അതിനു വേണ്ടിയിട്ട് ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഇതാണ്: hν = 50 + ½ mv². കാരണം എന്താ? ഇൻസിഡന്റ് ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്നത്, എനർജി ഓഫ് ഫോട്ടോൺ എന്തിനാ യൂസ് ചെയ്യുന്നത്? വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്യാനും ബാക്കിയുള്ള എന്തായി മാറും? കൈനറ്റിക് എനർജി ആയി മാറും. ശരിയല്ലേ? ആണോ? ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആയിട്ടാണ് മാറുന്നത്. ആണോ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? മനസ്സിലായില്ല.
കൈനറ്റിക് എനർജി ഈസിക്കൽ എച്ച് ന്യൂ മൈനസ് 5 എന്ന് കിട്ടിയില്ലേ? കിട്ടിയടാ? അങ്ങനെയാണെങ്കിൽ -5 പുറത്ത് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? എച്ച് ന്യൂ ഈസിക്കൽ ടു കൈനറ്റിക് എനർജി പ്ലസ് 5 അല്ലേ? കൈനറ്റിക് എനർജി അല്ലേ ഹാഫ് കൈനറ്റിക് എനർജി അല്ലേ ഹാഫ് mv²? ആണോ? ക്ലിയർ അല്ലേ? അപ്പം ചോദിച്ചു, അല്ല ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഇയാൾ പരിഹരിച്ചത്? ഏത് പ്രശ്നങ്ങൾ? ഈ ഇന്റൻസിറ്റി കൂട്ടുന്നതനുസരിച്ചും ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചും ഈ മാറ്റം വരുന്നതൊക്കെ എങ്ങനെയാണ്? അപ്പൊ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു ഇക്വേഷൻ എഴുതിയില്ല, എച്ച് ന്യൂ ഈക്വൽ ടു എന്താ എഴുതിയ? എച്ച് ന്യൂ ഈക്വൽ ടു 5 പ്ലസ് ഹാഫ് mv² എന്നല്ലേ എഴുതിയത്? ആണോ? 5 ആരാ? 5 ആരാ? വർക്ക് ഫംഗ്ഷൻ ആണോ? അപ്പൊ ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഇവിടെ 300 ഇലക്ട്രോൺ വോൾട്ട് എനർജിക്ക് പകരം 100 ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് ഫോട്ടോൺ ഉള്ളതെങ്കിലോ? 300 ഇലക്ട്രോൺ വോൾട്ട് എനർജിക്ക് പകരം 100 ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് ഫോട്ടോൺ ഉള്ളതെങ്കിൽ ആ 100 ഇലക്ട്രോൺ വോൾട്ട് വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്യാൻ തന്നെ അവർക്ക് ഉപയോഗിക്കണ്ടേ? അപ്പൊ കൈനറ്റിക് എനർജി ഉണ്ടാവുമോ? ഇല്ലല്ലോ. അതായത് 300 ഇലക്ട്രോൺ വോൾട്ടിന് പകരം 100 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമ്മളെ ഈ ഫോട്ടോൺ കൊണ്ടു കൊടുക്കുന്നതെങ്കിൽ പിന്നെ വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്തിട്ട് പിന്നെ അയാളെടുത്ത് സേവിങ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവോ? ഇല്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്ന അതിന് കൈനറ്റിക് എനർജി ഒന്നും ഉണ്ടാവില്ല. ആ പരിപാടി എവിടെ നടക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടേത്. ഇൻസിഡന്റ് ഫോട്ടോണിന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് ന്യൂ എന്ന് പറയുന്നത് ഇൻസിഡന്റ് ലൈറ്റിന്റെ എനർജി അല്ലേ? ആണോ? എച്ച് ന്യൂ എന്ന് പറയുന്നത് ഇൻസിഡന്റ് ലൈറ്റിന്റെ എനർജിയാണ്. എച്ച് ന്യൂന് അപ്പം എന്ത് ചെയ്യാൻ പറ്റും? എച്ച് ന്യൂ 0 എന്ന് എഴുതാം. ആ എച്ച് ന്യൂ 0 ആർക്ക് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കും. ഞാൻ പറഞ്ഞു 100 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്തിനുള്ളത്? ലൈറ്റിനുള്ളത് വെച്ചാൽ അത് വർക്ക് ഫംഗ്ഷൻ ഈക്വൽ അല്ലേ? ആണോ? ആയിരുന്നോ? അപ്പൊ ആ സമയത്ത് കൈനറ്റിക് എനർജിയുടെ വില എത്രയായിരിക്കും? 0. അപ്പം ഇതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസിയും വർക്ക് ഫംഗ്ഷനും തമ്മിലുള്ള ബന്ധം. ത്രെഷോൾഡ് ഫ്രീക്വൻസിയും വർക്ക് ഫംഗ്ഷനും തമ്മിലുള്ള ബന്ധം ഇതാണ്. എന്ത്? എച്ച് ന്യൂ 0 ഈക്വൽ ടു 50. This is the relation between threshold frequency and work function. What's the relation between threshold frequency and work function? What is the relation between threshold frequency and work function? പറയ്. H nu 0 equal to 50. ഇതാണ് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ? പറയ്. ത്രെഷോൾഡ് ഫ്രീക്വൻസിയും വർക്ക് ഫംഗ്ഷനും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആവുകയാണ് വിചാരിച്ചോ. ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ല, ഇൻസിഡന്റ് ഫോട്ടോണിന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആവുന്ന സമയത്ത് എച്ച് ന്യൂ എന്ന് പറയുന്ന എച്ച് ന്യൂ 0 ആവും. ആ സമയത്ത് എച്ച് ന്യൂ 0 എന്ന് പറയുന്നത് 50 ഈക്വൽ ആണ്. ആ സമയത്ത് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഞാൻ ഈക്വേഷൻ എഴുതട്ടെ. ഈ ഈക്വേഷൻ എഴുതുകയാണെങ്കിൽ what I could write is, ഇതിലിപ്പം ആരാണ് ഇതിൽ നിന്നിപ്പം ലെഫ്റ്റ് ആയത്? ഒരാള് ശ്രീയ ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ നമുക്ക് ഇപ്പം എന്ത് ചെയ്യാന്നാല് ഞാൻ അതിനെ വേറൊരു പേജിലേക്ക് എഴുതട്ടെ. എഴുതുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത പേജ് എടുക്കട്ടെ. നമ്മളുടെ എച്ച് ന്യൂ എന്ന് പറയുന്നത് 50 പ്ലസ് ഹാഫ് mv² എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ എച്ച് ന്യൂ 0 എന്ന് പറയുന്നത് 50 ആവുന്ന സമയത്ത് ആ സമയത്തുള്ള കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഹാഫ് mv² എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 50 പകരം എച്ച് ന്യൂ 0 എന്ന് കൊടുത്തൂടെ? 50 പകരം എച്ച് ന്യൂ 0 എന്ന് കൊടുക്കാം. 50 പകരം എച്ച് ന്യൂ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് mv² എന്ന് എഴുതാം. എഴുതിക്കൂടെ? എച്ച് ന്യൂ ഇസ് ഈക്വൽ എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് mv². ക്യാൻ വി റൈറ്റ് ലൈക്ക് ദിസ്? എഴുതാൻ പറ്റുമോ? അതായത് 50 പകരം എന്ത് കൊടുക്കാം? എച്ച് ന്യൂ 0 എന്ന് കൊടുക്കാം. കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ
h nu minus h nu 0 is equal to half mv square എന്ന് എഴുതാൻ പറ്റുമോ? h nu minus h nu 0 equal to half mv square എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാം. അങ്ങനെയാണെങ്കിൽ h into nu minus nu 0 equal to half mv square എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? എഴുതാം. അപ്പൊ ഇതും നമുക്ക് വേണ്ട ഒരു ഇക്വേഷൻ ആണ്, വേണ്ടപ്പെട്ട ഒരു ഇക്വേഷൻ. അതിൽ ന്യൂ ആരാ? ന്യൂ ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ന്യൂ സീറോ ആരാ? ന്യൂ സീറോ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? കൈനറ്റിക് എനർജി. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനും കിട്ടി. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഞാൻ പറയട്ടെ. ഈ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നില്ലേ, അതാരാ? അത് സംഭവം കൈനറ്റിക് എനർജി ആണ് അല്ലേ? കൈനറ്റിക് എനർജി അല്ലേ? ആ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ എനർജി കൊടുത്തിട്ടാണല്ലേ നമ്മൾ ഈ കാര്യത്തിനെ നിർത്തുന്നത്. ഇലക്ട്രോണിന്റെ മൂവ്മെന്റിനെ നിർത്തുന്നത് എങ്ങനെയാ പറഞ്ഞാല് കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ എനർജി കൊടുത്തിട്ടാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പരിപാടിയിൽ ഇലക്ട്രോണെ നിർത്താൻ നോക്കുന്നുണ്ടല്ലേ നമ്മള്? ഇലക്ട്രോണെ നിർത്താൻ നോക്കുന്നില്ലേ? അത് കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ എനർജി കൊടുത്തിട്ടാണ്. പൊട്ടൻഷ്യൽ എനർജീനെ നമ്മൾ Q into V എന്ന് പഠിച്ചിട്ടില്ലേ? പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജീനെ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജീനെ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഹാഫ് എം വി സ്ക്വയർ ഇസിക്കൽ Q into V എന്ന് എഴുതാം. ഇവിടെ ഹാഫ് എം വി സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാന്നാല് ക്യൂവിന് പകരം ഇ എഴുതാം, വിക്ക് പകരം V0 എന്ന് എഴുതാം. കാരണം എന്താ? ഇവിടെ ആരെയാ നിർത്തുന്നത്? ഇലക്ട്രോണിനെയാണ് നിർത്തുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? ഇ. ഇവിടെ നമ്മൾ എത്ര പൊട്ടൻഷ്യൽ കൊടുത്തിട്ടാണ് ഇലക്ട്രോൺ നിർത്തുന്നത്? V0 പൊട്ടൻഷ്യൽ കൊടുത്തിട്ടാണ്. അതുകൊണ്ട് ഹാഫ് എം വി സ്ക്വയർ ഇസിക്കൽ ഇ V0 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. ഹാഫ് എം വി സ്ക്വയർ ഇക്കൽ ഇ V0 എന്നുള്ള ഒരു ഇക്വേഷൻ എഴുതാം. അപ്പൊ ഇതാണ് ആരൊക്കെ തമ്മിലുള്ള ബന്ധം? ഇതാണ് കൈനറ്റിക് എനർജിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം. ആരൊക്കെ തമ്മിലുള്ള ബന്ധം? കൈനറ്റിക് എനർജിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം. കൈനറ്റിക് എനർജി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എടാ, ഇതിനെ നിർത്തണമെങ്കിലേ, ഒരു സബ്സ്റ്റൻസിനെ നിർത്തണമെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നിർത്താൻ വേണ്ട പൊട്ടൻഷ്യൽ അല്ലേ? നിർത്തുന്ന ആരെയാ? നീങ്ങുന്ന സാധനത്തിനാണ്. അപ്പൊ കൈനറ്റിക് എനർജി എത്രയാണോ അതിന് ഈക്വൽ ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ എനർജി കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ നിർത്തുന്നത്. ഇലക്ട്രോൺ എത്ര കൈനറ്റിക് എനർജി ഉണ്ടാവും? ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇലക്ട്രോൺ ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിനെ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് പഠിച്ചിട്ടുണ്ട്. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു Q into V എന്ന് നമുക്ക് എഴുതാം. എപ്പം? ആ ഇലക്ട്രോൺ നിൽക്കുന്ന സമയത്ത്. ഇലക്ട്രോൺ ആണ് നിൽക്കുന്നതെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? ഇ എന്ന് പറയുന്നത് എത്രയാ? 1.6 × 10⁻⁻⁹ അല്ലേ? ആണോ? ഇലക്ട്രോണിനെ നിർത്താനുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 എന്ന് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0. അപ്പൊ ഇതാണ് കൈനറ്റിക് എനർജിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും നമ്മളെ ബന്ധം. കൈനറ്റിക് എനർജി ഈസിക്കൽ എന്താ? E into V0. കൈനറ്റിക് എനർജി ഈസിക്കൽ E into V0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇപ്പൊ തീരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നാല് ഇപ്പൊ തന്നെ ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഞാൻ ഈ കാര്യം കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് നിങ്ങളെ റിലീവ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ലിങ്കിൽ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യണം.